അടിസ്ഥാനമില്ലാത്ത ഒരു ഹർജിയുമായി ഒരാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. ഖജുരാഹോ ക്ഷേത്രത്തിലെ വിഗ്രഹം, മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം പുനഃസ്ഥാപിക്കണം എന്നതാണ് ആവശ്യം, തകർന്ന വിഗ്രഹത്തിന് പകരം. പക്ഷേ ഇത് ജുഡീഷ്യറിക്ക് ആ മട്ടിൽ എളുപ്പത്തിൽ തീരുമാനമെടുക്കാവുന്ന ഒരു സംഗതിയല്ല എന്നതൊരു യാഥാർത്ഥ്യമായി മുന്നിലുണ്ട്. ഈ ഹർജിക്കാരന് പോലും അതറിയില്ലേ എന്ന് ചീഫ് ജസ്റ്റിസ് എടുത്ത് ചോദിക്കുന്നുണ്ട്. കാരണം ഇത് ASIയുടെ കയ്യിലുള്ള ഒരു സംവിധാനമാണ് ഈ ഖജുരാഹോ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിൽ ഇനിയൊരു ഒരു പുനഃസ്ഥാപനം വേണമെങ്കിൽ, അതിലൊരു മറ്റൊരു പ്രതിഷ്ഠ വേണം എന്നാണെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായും കോടതിയിലുണ്ടാകുന്ന പല പരാമർശങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ലേ, നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ യഥാർത്ഥ ശക്തനായ ഭക്തനാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചു നോക്കൂ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷേ മാധ്യമങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പറ എന്ന് അദ്ദേഹം എന്തോ ഒരു ധാർഷ്ട്യഭാവത്തോടെ പറഞ്ഞു എന്ന മട്ടിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു. ആ മുതിർന്ന അഭിഭാഷകർ തന്നെ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അതേതാണ്ട് പൂർണ്ണമായും ഈ വാർത്തയെ ആ മട്ടിൽ തന്നെ ആളുകൾ വിശ്വസിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. കാരണം ഈ കൊണ്ടുവന്ന ഹർജിക്കാരനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നതിനൊരു കാരണം ഹർജിക്കാരന് പോലും അറിയാം ഇത് സുപ്രീം കോടതിയിൽ ചെന്ന് നേടിയെടുക്കാവുന്ന ഒരു വിഷയമല്ല എന്ന്. ASIക്ക് കീഴിൽ ഉള്ള ഒരു വിഷയത്തിന്മേലാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന കാര്യം ഹർജിക്കാരന് പോലും അറിയാമെന്നിരിക്കെ പരിഹാസ രൂപേണ അദ്ദേഹം പറഞ്ഞതിനെ നേരെ നികൃഷ്ടമായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുകയാണ് ഒരു വലിയ വിഭാഗം ചെയ്തത് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം.